2003 ഇറങ്ങിയ ബാലേട്ടൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ അച്ഛൻ വേഷം ചെയ്ത നെടുമുടി വേണുവിന്റെ കഥാപാത്രം ട്രോളന്മാരുടെ സ്ഥിരം വേട്ടമൃഗമാണ്. പുള്ളി മൂകാംബികയ്ക്കെന്നും പറഞ്ഞ് എവിടേക്കാണ് എല്ലാ മാസവും പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ളതിന് ട്രോൾ പേജുകളിൽ വൻ മാർക്കറ്റാണുള്ളത്. മൂകാംബികയിലേക്കാണെന്ന് പറഞ്ഞ് നമ്മുടെ വീടിന്റെ പടിയിറങ്ങുമ്പോൾ ഞാൻ നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കാറില്ല. 2009 ഇറങ്ങിയ സാഗർ ഇലിയാസിയാക്കി എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെയും നെടുമുടി വേണുവിന്റെയും സാന്നിധ്യത്തിൽ തന്നെ മൂകാംബികയ്ക്ക് ഒരു റെഫറൻസ് സീൻ വന്നത് തികച്ചും യാദൃച്ഛികം മാത്രം. അവൻ പറഞ്ഞേ മലയാള സിനിമയിൽ തെമ്മാടിയായ നായകൻ എന്ന് കേൾക്കുമ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ, മംഗലശ്ശേരി നീലകണ്ഠൻ എന്നിവരെ പോലെ തന്നെ പെട്ടെന്ന് ഓർമ്മയിൽ ഓടിയെത്തുന്ന കഥാപാത്രമാണ് സ്ഫടികത്തിലെ ആടുതോമ. കറുത്ത മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിക്കുന്ന SI സോമശേഖരനെ മുണ്ടടിച്ച് തലയിൽ ചുറ്റി പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട പരസ്യമായി ഏഴിമല പൂഞ്ചോല പരിപാടികൾ നടത്തിയിരുന്ന ആടുതോമ പോലും ഒരു നിമിഷം നോക്കി നിന്നുപോയ ഒരു ഐറ്റം ഈ സിനിമയിൽ തന്നെ ഉണ്ട്. വാഴക്കുളം സെമിനാരി വക ശിവപന്നിയെ പരാമർ കൊടുത്തു കൊന്ന പ്രതി ഓന്ത് ഗോപാലൻ ശ്രീകണ്ഠന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ, മുകേഷ്, മീനാക്ഷി, ശ്രീരഞ്ജിനി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2005 പ്രദർശനത്തിനെത്തിയ ഒരു മലയാള ചലച്ചിത്രമാണ് ജൂനിയർ സീനിയർ. കുഞ്ചാക്കോ ബോബനെ പോലൊരു താരമുണ്ടായിരുന്നിട്ടും മുകേഷ് തന്നെയാണ് ഈ സിനിമയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയത്. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ കിടന്നു കഴിഞ്ഞതാ. നമുക്ക് നാളെ സംസാരിക്കാം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളത്തെ ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാനാ. ഉറപ്പൊക്കെ ഞാൻ മാറ്റിത്തരാം. ഞാൻ 10 വരെ എണ്ണം. തന്റേതായ ശൈലിയിൽ മുകേഷ് നടിയുടെ റൂമിൽ തട്ടുന്ന സീനൊക്കെ കൈയടികളോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. വലിങ്ങേറി വന്നേക്കുന്നങ്ങട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. നിന്നെ ആർക്ക് വേണം?